പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. ഞാൻ എൻ്റെ പ്രിയ ഗാനങ്ങൾ. ഇന്ന് ഞാൻ എൻ്റെ പ്രിയ ഗാനങ്ങളിൽ അതിഥിയായി എത്തുന്നു വിശ്രുത മോഹിനിയാട്ടം കലാകാരി ഗായത്രി മധുസൂദനൻ. ഗായത്രി മധുസൂദനനുമായി സംസാരിക്കുന്നത് എം വി ശശികുമാർ. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഞാൻ എൻ്റെ പ്രിയ ഗാനങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ വിശിഷ്ടാതിഥി വിഖ്യാത നർത്തകിയായ ഗായത്രി മധുസൂദനനാണ്. സ്നേഹാദരത്തോടെ ഗായത്രി മധുസൂദനനെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. ഗായത്രി മധുസൂദനൻ ഇപ്പോൾ വാർത്തകളിൽ നിറയുന്നത് ഏറ്റവും പുതിയ നൃത്താവതരണമായ നിലാക്കനവിലൂടെയാണ്. എങ്ങനെയാണ് ഒരു സയൻസ് ഫിക്ഷൻ, അതും കെപ്ലറുടെ ഒരു നോവൽ പ്രമേയമായി വരുന്നത്? അതേക്കുറിച്ച് പറയാമോ? യദൃച്ഛയാ സംഭവിച്ചതെന്ന് വേണമെങ്കിൽ പറയാം. ചന്ദ്രയാൻ 3 വിജയം എല്ലാവരെയും പോലെ ഞാനും പത്രവാർത്തകളിലൂടെ അറിഞ്ഞിരുന്ന ഒരു മുൻ പേജ് വാർത്തയായിരുന്നു ചന്ദ്രയാൻ 3 വിജയമൊക്കെ. ആ ഇടയ്ക്കാണ് പ്രശസ്ത ഡോക്യുമെൻ്ററി സംവിധായകനായ വിനോദ് മങ്കര അദ്ദേഹം എന്നോട് ചോദിച്ചത്, ചന്ദ്രയാൻ 3 വിജയം ഒരു നർത്തകി എങ്ങനെ ആഘോഷിക്കും എന്നൊരു ചോദ്യം. ആ ഒരു ചോദ്യത്തിനെ പിന്തുടർന്ന് നടത്തിയ ചില ചർച്ചകളും അന്വേഷണങ്ങളുമൊക്കെയാണ് കെപ്ലറിലേക്കും അദ്ദേഹത്തിൻ്റെ 17-ാം നൂറ്റാണ്ടിൽ എഴുതിയ സോംനിയം എന്ന സയൻസ് ഫിക്ഷനിലേക്കുമൊക്കെ എത്തിയത്. പിന്നീട് സോംനിയത്തെ മോഹിനിയാട്ടത്തിലേക്ക് തർജ്ജമ ചെയ്യാൻ തീരുമാനിക്കുകയായിരുന്നു. പ്രത്യേകിച്ച് ഒരു സയൻസ് ഫിക്ഷൻ അതൊരു നൃത്തരൂപത്തിലേക്ക് വരുമ്പോൾ ഒരുപാട് വെല്ലുവിളികൾ, ചാലഞ്ചസ് നേരിട്ട് കാണും. എങ്ങനെയാണ് ഇതിന് സജ്ജമായത്? ഒരുപാട് മുന്നൊരുക്കങ്ങൾ വേണ്ടി വന്നു എന്നുള്ളതാണ് വാസ്തവം. കാരണം അതിലൊന്നാമത്തെ ഘടകം ശാസ്ത്രാവബോധമുള്ള ഒരാളൊന്നും അല്ല ഞാൻ എന്നുള്ളതായിരുന്നു. ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ സയൻസ് ഉപേക്ഷിച്ച് ഓടി രക്ഷപ്പെട്ട ഒരാളാണ്. അതുകൊണ്ട് ആ ടെർമിനോളജി തൊട്ടിട്ട് എനിക്ക് പഠിക്കേണ്ടതായിട്ട് വന്നു എന്നുള്ളതാണ് എൻ്റെ വാസ്തവം. അത് പലരുടെയും സഹായം ആവശ്യമായി വന്നിട്ടുണ്ട്. വിനോദ് മങ്കരയുടെ നല്ല ഹെൽപ്പ് ഉണ്ടായിരുന്നു ആ ഒരു ഘട്ടത്തിൽ, ആ ഒരു പ്ലോട്ട് മനസ്സിലാക്കിയെടുക്കാൻ. പിന്നീട് ഒരുപാട് ചർച്ചകളും തർക്കങ്ങളും ഒക്കെ കഴിഞ്ഞാണ് ആ പുസ്തകത്തിലെ ഒരുപാട് വായനകൾ ആവർത്തിച്ച് ആ പുസ്തകം, ചെറിയൊരു പുസ്തകമാണത്. പുസ്തകം അല്ലെങ്കിൽ ആ കഥ ശരിക്കും ഒരു 10-29 പേജേ ഉള്ളൂ. പക്ഷെ അതിൻ്റെ ഫുട് നോട്ട്സ് 200 ചില്ലാനം ഫുട് നോട്ട്സ് ഉണ്ട്. അപ്പോൾ ഒരുപാട് ആവർത്തി വായിച്ച് അതിൽ നിന്ന് ദൃശ്യസാധ്യതയുള്ള സന്ദർഭങ്ങൾ തിരഞ്ഞെടുത്ത് അത് സ്ക്രിപ്റ്റ് ചെയ്ത് അതിനെ സാഹിത്യത്തിലേക്ക്, മോഹിനിയാട്ടത്തിന് ചേരുന്ന ഒരു സാഹിത്യത്തിലേക്ക് മാറ്റി എഴുതിച്ച് അതിന് ഈണം പകർന്ന് ഒക്കെയാണ് അതിനെ മോഹിനിയാട്ടമായിട്ട് വേദിയിലേക്ക് എത്തിച്ചത്, നിലാക്കനവായി വേദിയിലേക്ക് എത്തിച്ചത്. എൻ്റെ മ്യൂസിക് രമേശ് നാരായണനായിരുന്നു. അതെ. മ്യൂസിക് ചെയ്തത് പണ്ഡിറ്റ് രമേശ് നാരായണനാണ്. ഈ 2 സംഗതികൾ, മോഹിനിയാട്ടം എന്നുള്ളത് നമ്മുടെ സംസ്കാരത്തിൻ്റെ ഒരു ഭാഗമാണ്. അതുപോലെ ഏതൊരു സാഹിത്യകൃതിയും ആ സാഹിത്യകാരൻ്റെ സംസ്കാരത്തിൻ്റെ ചില ചിഹ്നങ്ങളും മുദ്രകളും ഒക്കെ തീർച്ചയായിട്ടും ആ രചനയിലുണ്ടാവും. അപ്പോൾ 2 വിഭിന്ന സംസ്കാരങ്ങളെ ചേർത്ത് വയ്ക്കുമ്പോൾ ഉണ്ടാകുന്ന എല്ലാ ബുദ്ധിമുട്ടുകളും നിലാക്കനവിനും ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇതിൻ്റെ സംഗീതം ചെയ്യുമ്പോൾ ഞങ്ങൾ ആവശ്യപ്പെട്ടതും അദ്ദേഹം വളരെ സന്തോഷത്തോടെ സ്വീകരിച്ചതുമായിട്ടുള്ളൊരു നിർദ്ദേശമായിരുന്നു മോഹിനിയാട്ടത്തിന് ചേരുന്ന സോപാന സംഗീത ശൈലിയും കെപ്ലറുടെ, ബിഥോവൻ്റെ നാട്ടിൽ നിന്നാണ് അദ്ദേഹം. അപ്പോൾ ആ ഒരു സിംഫണിയുടെ ആ ഒരു ശൈലിയും കൂടി ചേർത്ത് വെച്ച് ഒരു സംഗീത ശില്പം മെനയുക എന്നുള്ളത്. അത് ഫ്യൂഷൻ എന്ന് പറയാൻ പറ്റില്ല, കാരണം അത് നല്ലൊരു ബ്ലെൻഡായി വന്നു. അത് അദ്ദേഹത്തിൻ്റെ കഴിവാണ്, പണ്ഡിറ്റ് രമേശ് നാരായണൻ്റെ കഴിവാണ്. അത് നമ്മൾ പഴയ ചോദ്യപേപ്പറിലൊക്കെ കാണില്ലേ, ചേരുംപടി ചേർക്കുക എന്നുള്ളത്. അങ്ങനെ സോപാനവും സിംഫണിയും ചേരുംപടി ചേർത്തൊരു സംഗീത ശില്പമാണ് നിലാക്കനവിൻ്റേത്. അതിൻ്റെ വരികൾ എഴുതിയിട്ടുള്ളത് കോഴിക്കോട്ട് തന്നെയുള്ള എൻ്റെ സുഹൃത്തുക്കൾ ആയ സേതുമാധവനും മാനവും ചേർന്നാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ സംഗീതത്തിലും സാഹിത്യത്തിലും പിന്നെ ഈ പ്രോജക്റ്റ് ഡയറക്ടറായ വിനോദ് മങ്കരയുടെയും നർത്തകിയായ എൻ്റെയും ഒക്കെ ഞങ്ങളുടെയൊക്കെ ഒരു കൂട്ടായിട്ടുള്ള ഒരു ചർച്ചയും ഒക്കെ ഇതിലെല്ലാ ഘട്ടത്തിലും വന്നിരുന്നു. അപ്പോൾ ഈ സോംനിയത്തെ മൊഴിമാറ്റം ചെയ്യുമ്പോൾ ഉപയോഗിക്കേണ്ട ഭാഷ വരെ ഒരുപാട് ചർച്ച ചെയ്ത് അങ്ങനെ തന്നെയാണത് എഴുതിയത്. അതായത് മോഹിനിയാട്ടത്തിൽ നിലവിലുള്ള പ്രചാരത്തിലുള്ള സാധാരണയായി ചെയ്തു വരുന്ന കൃതികളിൽ ഉപയോഗിക്കുന്ന ഒരു സാഹിത്യ ഭാഷയുണ്ട്, ഒരു ശൈലിയുണ്ട്. അപ്പോൾ അതിനോട് ചേർന്ന് പോകുന്ന രീതിയിലുള്ള സാഹിത്യം വേണം എന്ന് കരുതി അങ്ങനെ തന്നെയാണ് അവരത് എഴുതിയത്. നമ്മുടെ ഈ പരിപാടി ഇഷ്ടഗാനങ്ങൾ പങ്കുവയ്ക്കുന്ന ഒരു പരിപാടി കൂടിയാണ്. നമുക്കപ്പോൾ ഇന്നത്തെ ആദ്യത്തെ ഇഷ്ടഗാനത്തിലേക്ക് പോയാലോ? ഏതാണ് താങ്കളുടെ ആദ്യ ഇഷ്ടഗാനം?
എനിക്ക് തോന്നുന്ന ഒരു പാട്ട് എന്നുള്ള രീതിയിൽ എൻ്റെ മനസ്സിൽ ആദ്യം പതിയുന്ന പാട്ടാണത്, മലർക്കൊടി പോലെ. ആ സിനിമ ഞാൻ കണ്ടിട്ടുണ്ട്. നന്ന ചെറുതാണ്, കഥയൊന്നും ഓർമ്മയില്ലെങ്കിലും മുണ്ടുവേഷ്ടി കൊടുത്തിട്ടൊരു അമ്മ കുട്ടിയെ ഉറക്കണ ഒരു പാട്ട് എന്ന ഒരു ബിംബമാണ് അത് എൻ്റെ മനസ്സിലുണ്ടാക്കിയത്. വിഷുക്കണിയാണ്, അത് വിധുബാലയാണ് എന്നൊക്കെ പിന്നെ ഒരുപാട് കാലം കഴിഞ്ഞിട്ടാണ് മനസ്സിലായത്. അതിനേക്കാളുമൊക്കെ ആ പാട്ട് എനിക്ക് പ്രിയപ്പെട്ട, അതായത് ആ ഒരു കാലത്ത് വളരെ പോപ്പുലറായിരുന്നു തോന്നുന്നു ആ പാട്ട്. അതുകൊണ്ട് തന്നെ അമ്മ എനിക്കെപ്പോഴും പാടിത്തരുമായിരുന്നു. അതുകൊണ്ട് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടൊരു പാട്ട് മലർക്കൊടി പോലെ തന്നെയാണ്. ഇങ്ങനൊരു പ്രമേയം മുമ്പിലേക്ക് വരുമ്പോൾ എന്തുകൊണ്ട് അത് അവതരിപ്പിക്കുവാൻ മോഹിനിയാട്ടം തിരഞ്ഞെടുത്തു? താങ്കൾ ഭരതനാട്യം, തിരുവാതിരക്കളിയൊക്കെ പെർഫോം ചെയ്യുന്ന ആർട്ടിസ്റ്റാണ്. എന്തുകൊണ്ട് മോഹിനിയാട്ടം എന്നൊരു ചോദ്യം വരുന്നില്ലേ? ഭരതനാട്യം ഞാൻ പഠിച്ചിട്ടുണ്ട്, ഒരുപാട് കാലം പെർഫോം ചെയ്തിട്ടുണ്ട്. എനിക്ക് വലിയ ഇഷ്ടമാണ്, ഇപ്പോഴും എനിക്ക് കാണാൻ വലിയ ഇഷ്ടമാണ് ഭരതനാട്യം. പക്ഷെ ഇപ്പോൾ കുറേ ആയിട്ട് ഞാൻ മോഹിനിയാട്ടം മാത്രമേ ചെയ്യാറുള്ളൂ. കൈകൊട്ടികൾ ചെയ്യാറുണ്ട് കേട്ടോ, പക്ഷെ മോഹിനിയാട്ടം ആണ് ഇപ്പം കുറേ കാലമായിട്ട് ഞാൻ പെർഫോം ചെയ്യാറുള്ളതും പഠിപ്പിക്കുന്നതും ഒക്കെ മോഹിനിയാട്ടം തന്നെയാണ്. അവിടെ വേറൊരു ചിന്ത വന്നിട്ടില്ല, വേറൊരു നൃത്ത രൂപം അല്ലെങ്കിൽ ഫ്യൂഷൻ, അതിലേക്കൊന്നും ചിന്ത പോയിട്ടില്ല. ഈ ഒരു പ്രമേയത്തെ എങ്ങനെ മോഹിനിയാട്ടത്തിന് ഉൾക്കൊള്ളാനാവും എന്നുള്ളൊരു അന്വേഷണം കൂടി നിലാക്കനവിൻ്റെ പുറകിലുണ്ടായിരുന്നു. ഒരു നർത്തകിയുടെ വ്യൂ പോയിന്റിൽ, വീക്ഷണകോണിൽ നോക്കുമ്പോൾ ഈ സൃഷ്ടി എങ്ങനെയാണ് താങ്കൾ കാണുന്നത്? സദസ്സിലിരുന്നിട്ട് മറ്റൊരു നർത്തകി ചെയ്യുകയാണെങ്കിൽ വളരെ കൗതുകമായിരിക്കും. ഞാൻ കാണാനിരിക്കുകയാണെങ്കിൽ എനിക്കിഷ്ടമായിരിക്കും, എനിക്ക് നല്ല കൗതുകമായിരിക്കും. കാരണം നമ്മൾ കണ്ട് ശീലിച്ച പ്രമേയങ്ങളിൽ നിന്നും തീർത്തും വ്യത്യസ്തമായിട്ടുള്ള ഒരു പ്രമേയം. ഒരു സയൻസ് ഫിക്ഷൻ ആദ്യമായിട്ടായിരിക്കും ഒരു പക്ഷേ അല്ലേ എന്ന് തോന്നുന്നു എൻ്റെ അറിവിലതെ അതേന്ന് തന്നെ പറയാം. കാരണം പ്രമേയമാണ് അതിൻ്റെ ഒന്നാമത്തെ ആകർഷണം. അതായത് നമ്മൾ ഇതുവരെ കാണാത്ത ഒരു പ്രമേയം എന്നുള്ളൊരു ആകർഷണം അതിലുണ്ട്. അതുകൊണ്ട് തന്നെ അതിൽ വരുന്ന അഭിനയങ്ങളും അതിൻ്റെ ആ ഒരു മൂഡും പിന്നെ അതിലുപയോഗിച്ച സാഹിത്യം, സംഗീതത്തിനൊക്കെ ഒരു പുതുമ അനുഭവപ്പെടും. ഒരു നവ്യാനുഭവമായിട്ടായിരിക്കും ഗായത്രി മധുസൂദനൻ എന്ന കാഴ്ചക്കാരി അത് കാണാൻ. പുതിയൊരു അനുഭവമായിരിക്കും എന്തായാലും. പൊതുവെ മറ്റ് കാണികൾക്കുള്ള അനുഭവം അതല്ലെങ്കിൽ സ്വീകരണം എങ്ങനെയായിരുന്നു? ഇത് മൂന്നാമത്തെ വേദിയായിരുന്നു അല്ലേ? മൂന്നാമത്തെ വേദിയാണ്. തിരുവനന്തപുരത്ത് ഈ ഒരു കൗതുകം ഇപ്പം ഞാൻ കാണാനിരിക്കുമ്പോൾ എനിക്കുണ്ടാവുന്ന, ഞാൻ പറഞ്ഞ ഈ കൗതുകം അത് കാഴ്ചക്കാരിലും കാണാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. വളരെ കൗതുകത്തോടെയാണ് അവർ കാണാൻ ഇരുന്നത്. ചിലരൊക്കെ കാണാൻ വന്നതുപോലും അങ്ങനെയാണ്. ഇതെങ്ങനെയാണ് ഒരു സയൻസ് ഫിക്ഷനെ വിളംബകാലത്തിലുള്ള, പതികാലത്തിലുള്ള മോഹിനിയാട്ടത്തിലേക്ക് നിങ്ങൾ ഇതെങ്ങനെ ഉൾക്കൊള്ളിക്കുന്നു എന്ന് കാണാനാണ് വന്നത് എന്ന് പറഞ്ഞവരുണ്ട്. കൗതുകം തന്നെയാണ് ആളുകളെ ഇതിലേക്ക് കൊണ്ടുവരുന്നത്, വേദികളിലേക്ക് എത്തിക്കുന്നത്. സയൻസ് ഫിക്ഷൻ പ്ലസ് മോഹിനിയാട്ടം എന്നുള്ള ഫോർമുലയുടെ അതെ, ആ ഒരു കൗതുകം തന്നെയാണ്. പക്ഷെ ആ കൗതുകം പിന്നീട് ഒരു പോസിറ്റീവായിട്ടാണ് അവരത് കൺക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ആദ്യം അവതരിപ്പിച്ച വേദി എവിടെയായിരുന്നു? പാലക്കാട്ട് സ്വർലയുടെ കഴിഞ്ഞ വർഷത്തെ സമന്വയം നൃത്ത സംഗീതോത്സവത്തിൽ. അതായിരുന്നു ആദ്യത്തെ വേദി. പിന്നീട് ആൻഡ് ക്രാഫ്റ്റ്സ് വില്ലേജിൽ അവർ കോവളത്ത് വനിതാ ദിനാചരണത്തോടനുബന്ധിച്ചിട്ട് ഒരാഴ്ച അവർ സ്ത്രീ കലാകാരികളെ അവർക്ക് വേണ്ടിയിട്ടുള്ളതായിരുന്നു തോന്നുന്നു, വാവ് വീക്ക് എന്ന് പറഞ്ഞിട്ട് അതിൽ ഒരിനമായിട്ട് ഒരു ദിവസത്തെ ഷോ നിലാക്കനവായിരുന്നു. അങ്ങനെയാണ് മൂന്നാമത് ഗണേശം അല്ലേ? മൂന്നാമതാണ് ഗണേശം സൂര്യയുടെ. പൊതുവെ വളരെ സ്വാഗതാർഹമായ സ്വീകരണമായിരുന്നു അല്ലേ? അതെ അതെ അതെ. പൊതുവെ ചലച്ചിത്രങ്ങളൊക്കെ കാണുന്ന വ്യക്തിയാണോ? അതെ അതെ, സിനിമയൊക്കെ നല്ല ഇഷ്ടമാണ്. ഈ സിനിമകളിലേക്ക് നൃത്തരംഗം കാണുമ്പോൾ തോന്നാറുണ്ടോ പലപ്പോഴും ചിലതെല്ലാം സിനിമാറ്റിക് ഡാൻസ് എന്ന് പറഞ്ഞൊരു പുതിയൊരു നൃത്തരൂപം തന്നെ ഉണ്ടല്ലോ ഇപ്പോൾ? പുതിയതെന്ന് പറയാൻ പറ്റില്ലെങ്കിലും അതെ. എങ്ങനെയാണ് അതിനെയൊക്കെ കാണുന്നത് ഒരു നർത്തകി എന്ന നിലയിൽ? ചില നൃത്തങ്ങളൊക്കെ എനിക്കിഷ്ടം കേട്ടോ, സത്യം പറഞ്ഞാൽ. നൃത്തം അത് ഏത് രൂപത്തിലായാലും ഒരുവിധമൊക്കെ ഞാൻ ആസ്വദിക്കും. ഒരു നൃത്തരൂപത്തെ ഞാൻ അങ്ങനെ മാറ്റി നിർത്താൻ ഇഷ്ടപ്പെടുന്നില്ല. അത് എല്ലാറ്റിലും അതിൻ്റേതായിട്ടുള്ള ഒരു ഭംഗി, ഒരു ചാരുത ഉണ്ടെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. പക്ഷേ സിനിമാറ്റിക് ഡാൻസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ക്ലാസിക്കൽ നൃത്തരൂപങ്ങളുമായിട്ട് നമ്മൾ താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ വരുന്നൊരു വ്യത്യാസം എന്താ വെച്ചാൽ അതിൽ നമ്മുടെ നൃത്തഭാഷയിലൊക്കെ പറയുകയാണെങ്കിൽ ആംഗിക അഭിനയം അല്ലെങ്കിൽ ബോഡിലി ആണത്. അതിലൊരു സോൾഫുൾ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അത് വളരെ ചടുലമായ ചലനങ്ങളും ഒക്കെ ആയിട്ട് അത് തീർച്ചയായിട്ടും സിനിമ കാണാൻ വരുന്ന ഓഡിയൻസിനുള്ള ഒരു നൃത്തമാണ്. അവർക്ക് ആസ്വദിക്കാവുന്ന ഒരു 4 മിനിറ്റ് 5 മിനിറ്റിൽ ഒതുക്കി വെക്കുന്ന ഒരു നൃത്തമാണത്. അതിലും ചില നല്ല കോമ്പസിഷൻസ് നമുക്ക് കാണാം. നമുക്ക് അടുത്തൊരു ഗാനത്തിലേക്ക് പോയാലോ? ഇങ്ങനെ പറഞ്ഞു വന്ന സ്ഥിതിക്ക് എനിക്ക് തോന്നുന്നത് പഴയൊരു പാട്ടുണ്ടല്ലോ, ധും തന ധും തന നന ധും ന ധും ന ചിലങ്കി. താങ്കൾ നൃത്തരംഗത്ത് എത്തിയത് എങ്ങനെയായിരുന്നു? ഞാനൊരു 4.5 വയസ്സ് തൊട്ട് നൃത്തം പഠിച്ചിട്ടുണ്ട്. ഡോക്ടർ എൻ കെ ഗീത. അതെ, ഡോക്ടർ ആദ്യ ഗുരു. അതെ, ഗീ ചേച്ചിയാണ് തട്ടിക്കും പിടിച്ചു തന്നെ.
ചെറുതിലെ എനിക്ക് തോന്നുന്നത് ചെറിയ കുട്ടികളൊക്കെ ഇങ്ങനെ കളിക്കുമല്ലോ, അതുപോലെ കളിച്ചിട്ടുണ്ടാവും. അപ്പോൾ അമ്മ എന്നെ എന്തോ ഒരു അമ്പിളിമാമൻ, അതൊരു അമ്പിളിമാമനായിരുന്നു കേട്ടോ, അമ്പിളിമാമൻ്റെ വെള്ളിത്തലകയിൽ എന്നുള്ളൊരു പാട്ടായിരുന്നു. അതിങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ടായിരിക്കും. ഞാനിങ്ങനെ കളിക്കുന്ന ഒരു ഓർമ്മയുണ്ട് എനിക്ക്. അതേപോലെ സ്കൂളിലൊക്കെ പോയി കളിച്ച് കാണിച്ചു കൊടുത്തിട്ടാണ് തോന്നുന്നു. ഒരു ദിവസം കൂട്ടാൻ വന്നപ്പോൾ എൻ്റെ ടീച്ചർമാർ, അന്ന് നഴ്സറിയാണല്ലോ, നഴ്സറിയിലെ ടീച്ചേഴ്സ് അമ്മയോട് പറഞ്ഞതാണ് ഇവളെ ഡാൻസ് പഠിപ്പിക്കണം എന്ന്. അങ്ങനെ എന്നെ ഗീ ചേച്ചിയുടെ അടുത്ത് കൊണ്ടേക്കും ഒരു 4.5 വയസ്സ് തൊട്ട് നൃത്തം പഠിച്ചു തുടങ്ങാൻ ആണ് ഉണ്ടായത്. പിന്നീട് കലാമണ്ഡലം സരസ്വതി ടീച്ചർ അല്ലേ? അതെ അതെ അതെ. പിന്നെ ഗീത ടീച്ചറുടെ സഹോദരിയുണ്ട് ഗിരിജ, അവരുടെ അടുത്താണ് കാര്യമായിട്ട് എൻ്റെ ബേസൊക്കെ അവിടെയാണ്. അത് കഴിഞ്ഞ് പിന്നെ കലാമണ്ഡലം സരസ്വതി, ഡോക്ടർ ഭാരതി ശിവജി, കലാമണ്ഡലം സുഗന്ധി, ഇവരുടെ അടുത്തൊക്കെ പഠിച്ചിട്ടുണ്ട്. ഈ നൃത്തം ഒരു പ്രൊഫഷനായി സ്വീകരിക്കാമെന്ന് എന്നാണ് തോന്നിയത് താങ്കൾക്ക്? ചെറിയൊരു ഇടവേള ഉണ്ടായിട്ടില്ല ശരിക്കും? ഞാൻ ചെയ്യുമായിരുന്നു, കല്യാണം കഴിഞ്ഞിട്ടും ചെയ്തിട്ടൊക്കെ ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞ് എനിക്കൊരു ജോലി ആയി. കോഴിക്കോട്ട് ചേവായൂർ ഭാരതീയ വിദ്യാഭവനിലെ ലൈബ്രറിയനായിട്ട് കുറച്ചു കാലം വർക്ക് ചെയ്തിരുന്നു, ഏകദേശം 14 കൊല്ലത്തോളം. ആ ഒരു കാലഘട്ടത്തിൽ ഞാൻ ഈ നൃത്തവേദികളിൽ നിന്ന് പൂർണ്ണമായിട്ടും മാറി നിൽക്കേണ്ടി വന്നു എന്നുള്ളതാണ് കേട്ടോ. അവിടെ സ്കൂളിൽ കുട്ടികൾക്ക് അവരുടെ ആനുവൽ ഡേ അല്ലെങ്കിൽ യൂത്ത് ഫെസ്റ്റിവൽ അങ്ങനത്തെ സംഗതികളിലൊക്കെ അവരുടെ കൂടെ നിൽക്കുകയും അവരെ പഠിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ വളരെ ഗൗരവത്തിലൊന്നും ഞാനൊന്നും ചെയ്തിട്ടില്ല അക്കാലത്ത്. അത് കഴിഞ്ഞ് ഒരു 14 കൊല്ലമൊക്കെ കഴിഞ്ഞ് ഞാൻ റിസൈൻ ചെയ്ത് വരിക ചെയ്തത്. അതിനുശേഷമാണ് ഞാൻ നൃത്തരംഗത്ത് ആക്റ്റീവായത്. പിന്നെ പ്രൊഫഷൻ എന്ന് പറയുമ്പോൾ എനിക്ക് ഇടയ്ക്ക് തോന്നും ഞാൻ ഇപ്പോഴും ഒരു പ്രൊഫഷണൽ ആയിട്ടില്ല. ഞാൻ വളരെ അങ്ങനെ പ്ലാൻ ചെയ്ത് നൃത്തത്തിലേക്ക് വന്നൊരു വ്യക്തിയൊന്നുമല്ല ഞാൻ. ഈ പറഞ്ഞതുപോലെ ഇതിൻ്റെ തുടർച്ചയായിട്ട് പറയുകയാണെങ്കിൽ, ജോലി റിസൈൻ ചെയ്ത് വന്നപ്പോൾ എൻ്റെ സുഹൃത്തുക്കൾ എന്നെ നിർബന്ധിച്ചൊരു ക്ലാസ് തുടങ്ങിപ്പിക്കുകയാണ് ഉണ്ടായത്. അങ്ങനെയാണ് ഞാനൊരു നൃത്തം പഠിപ്പിച്ച് തുടങ്ങുന്നത്. കുറച്ച് സീരിയസ് ആയിട്ട് ഞാൻ ഒരു നൃത്തം, മറ്റതിങ്ങനെ ആരെങ്കിലും വന്നൊരു ഐറ്റം പഠിപ്പിച്ചു കൊടുക്കുക, കുട്ടികളൊക്കെ വരുമ്പോൾ അങ്ങനെ പഠിപ്പിച്ചു കൊടുക്കും എന്നല്ലാതെ ഒരു ഫുൾ ടൈം ഒന്നും ഞാൻ ഒരിക്കലും ചെയ്തിട്ടില്ല. ഞാൻ അങ്ങനെ ഒരു പ്ലാൻ എനിക്ക് ഉണ്ടായിട്ടുമില്ല. പിന്നെ ഇവർ വന്ന് നിർബന്ധിച്ച് ഗായത്രി ഒരു ക്ലാസ് തുടങ്ങും, അപ്പോൾ മുതിർന്ന സ്ത്രീകൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അവർ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് ഒരു സമാധാനമായിട്ട് ക്ലാസ്സിൽ വരാം എന്ന് പറഞ്ഞ് തുടങ്ങിപ്പിച്ചൊരു ക്ലാസ്സാണ് എൻ്റെ. അതാണ് ദ്യുതിയുടെ തുടക്കം. അതാണ് ദ്യുതിയുടെ തുടക്കം. ഈ സ്കൂൾ കോളേജ് കാലഘട്ടത്തിലൊക്കെ സമ്മാനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടോ നൃത്തത്തിന്? ഉണ്ട്. യൂത്ത് ഫെസ്റ്റിവൽ ഉണ്ട്. സ്റ്റേറ്റ് യൂത്ത് ഫെസ്റ്റിവലൊക്കെ സ്റ്റേറ്റിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. എ ഗ്രേഡ് ഉണ്ട്. സമ്മാനമൊന്നും കിട്ടിയിട്ടില്ല. ഈ തിരിച്ചുവരവിനൊരു ഇൻസ്പിറേഷൻ, അങ്ങനെ ഒരു നിമിത്തം വല്ലതും ഉണ്ടായിട്ടുണ്ടോ നൃത്തത്തിലേക്കുള്ള തിരിച്ചുവരവിന്? അത് വളരെ സ്വാഭാവികമായിട്ട് സംഭവിച്ചതാണ്. കാരണം ഇവരുടെ ഒരു നിർബന്ധം അതിനൊരു ഇൻസ്പിറേഷൻ അല്ല, ഒരു കമ്പല്ലിംഗ് ആയിട്ട് അവരോട് നോ പറയാനുള്ള, അവരോടുള്ളൊരു ഇഷ്ടം കൊണ്ട്, അവരോട് നോ പറയാനുള്ളൊരു മടി കൊണ്ട് ആ ഒരു 2-3 ആൾക്കൊരു ക്ലാസ് തുടങ്ങിയതായിരുന്നു. പിന്നെ അത് അവർ വേറെ 4 ആളോട് പറഞ്ഞു, അവർ വേറെ 2 പേരോട്, അങ്ങനെയാണ് അതൊരു ക്ലാസ്സായി മാറിയത്. നമുക്ക് അടുത്തൊരു പാട്ടിലേക്ക് പോയാലോ? പാട്ടുകളെ പറ്റി പറയുമ്പോൾ ധാരാളം നല്ല പാട്ടുകളുള്ള 1-2 സിനിമകൾ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച ഡോക്യുമെൻ്ററി സംവിധായകൻ കൂടിയായ ചലച്ചിത്ര സംവിധായകൻ വിനോദ് മങ്കര സംവിധാനം ചെയ്ത ചിത്രങ്ങളിലുണ്ട്. അദ്ദേഹത്തിൻ്റെ 2 ധാരാളം നല്ല പാട്ടുകളുള്ള ചിത്രങ്ങൾ, ഒന്ന് കാമ്പോജിയും ഒന്ന് കരയിലേക്കൊരു കടൽ ദൂരം എന്നുള്ളതുമാണ്. ആ കരയിലേക്കൊരു കടൽ ദൂരം എന്നുള്ള ഇതിൽ പച്ചില ചാർത്താം എന്നുള്ളത് സുജാത പാടിയ നല്ലൊരു പാട്ടാണത്. എം ജയചന്ദ്രൻ്റെ സംഗീതം. ഒരുപക്ഷെ നൃത്തരംഗത്ത് ഗായത്രി മധുസൂദനൻ ശ്രദ്ധിക്കപ്പെടുന്നത് രാജാ രവിവർമ്മയുടെ കവിതകൾ അവതരിപ്പിക്കുമ്പോഴാണ്. എങ്ങനെയായിരുന്നു അങ്ങനെയൊരു പ്രമേയത്തിലേക്ക് നൃത്താവിഷ്കാരം കൊണ്ടുവരണമെന്ന് തോന്നിയത്? കാരണം രാജാ രവിവർമ്മ എന്ന് പറയുമ്പോൾ നമുക്ക് എപ്പോഴും ചിത്രകാരനായിട്ട് മാത്രമേ മിക്കവർക്കും അറിയാൻ കഴിയൂ. അദ്ദേഹത്തിൻ്റെ രചനകളിലേക്ക് പോകാനുണ്ടായ സാഹചര്യം എന്തായിരുന്നു? മിക്കവരുടെയും പോലെ എനിക്കും രാജാ രവിവർമ്മ എന്ന് പറയുമ്പോൾ ചിത്രകാരൻ മാത്രമായിരുന്നു. മുൻപ് ഞാൻ പറഞ്ഞല്ലോ ലൈബ്രറിയിൽ വർക്ക് ചെയ്യണ കാലത്താണ് അവിടെ ഒരു ലൈബ്രറി തുടങ്ങുന്നത്. അപ്പോൾ കുട്ടികൾക്ക് ലൈബ്രറി തുടങ്ങുമ്പോൾ അവർക്ക് അന്ന് ഡയറക്റ്റായിട്ട് നെറ്റ് കണക്ഷൻ കൊടുക്കാനുള്ള ഒരു സ്ഥിതിയായിരുന്നില്ല അന്ന്. അതുകൊണ്ട് തന്നെ അവർക്ക് കാണാൻ തക്ക ഡോക്യുമെൻ്ററികൾ തപ്പുന്നതിനിടയിലാണ് ബിഫോർ ദ ബ്രഷ് ഡ്രോപ്ഡ് എന്നുള്ള രാജാ രവിവർമ്മയെക്കുറിച്ച് വിനോദ് മങ്കര തന്നെയാണ് അത് സംവിധാനം ചെയ്തത്. അപ്പോൾ അതിൽ നിന്നാണ് ഇദ്ദേഹം എഴുതുമായിരുന്നു എന്നുള്ള ഒരു വിവരം കിട്ടുന്നത്. പിന്നീട് അതൊരു വളരെ കൗതുകം തോന്നി. അതുപോലെ തന്നെ അതിൽ അദ്ദേഹത്തിൻ്റേത് എന്ന് പറഞ്ഞ് 4 വരികൾ ചൊല്ലുന്നുണ്ട്. അതിലെ ഒരു വാക്ക് ഗുഞ്ചാവലി എന്നുള്ളൊരു വാക്കുണ്ട്. അപ്പോൾ അത് വളരെ രസമുള്ളൊരു വാക്ക്. ഒന്നുമില്ല, നമ്മളെ മഞ്ചാടിക്കുരുവാണ്. അപ്പോൾ അതിങ്ങനെ അന്വേഷിച്ച് അതെന്തായിരിക്കും എന്ന് അന്വേഷിച്ച് അങ്ങനെ പിന്നെ രൂപിക ചാവ്ല എഴുതിയിട്ടുള്ള രാജാ രവിവർമ്മയുടെ ബയോഗ്രഫി,
കിളിമാനൂർ രാജൻ അദ്ദേഹം എഴുതിയിട്ടുള്ള ഒരു ബയോഗ്രഫി, ഇതൊക്കെ തപ്പിപ്പിടിച്ച് വായിക്കുകയൊക്കെ ഉണ്ടായി. പക്ഷെ അന്നൊന്നും ഇതിനെ നൃത്തമാക്കണമെന്നൊന്നും, അന്ന് നൃത്തത്തിൽ ഞാൻ അത്ര സജീവവുമല്ല. അപ്പോൾ ഇതൊക്കെ വായിച്ചവിടെ വെച്ചു, അത്രേ ഉണ്ടായിട്ടുള്ളൂ. പിന്നെ കുറേ കഴിഞ്ഞ് ഈ പറഞ്ഞതുപോലെ ജോലിയൊക്കെ രാജിവെച്ച ശേഷം നൃത്തരംഗത്ത് കുറേ കൂടി സജീവമായപ്പോഴാണ് ഈ ഒരു ഇത് അവിടെ കിടക്കണുണ്ടല്ലോ എന്നുള്ളൊരു ഓർമ്മ. അപ്പോൾ വീണ്ടും ഇതിലേക്ക് തിരിച്ചു പോവുകയും ഈ ഇതൊക്കെ തപ്പിപ്പിടിച്ച് വായിക്കുകയും ചെയ്ത് അങ്ങനെ കിട്ടിയ ഒരു 3-4 കവിതകൾ 3 ചേർത്ത് അതിനോടുകൂടി രാജാരവിവർമ്മ മരിച്ച അവസരത്തിൽ സുബ്രഹ്മണ്യ ഭാരതി കൊട്ടാരത്തിലേക്ക് കുറിച്ചയച്ച ഒരു വിലാപകാവ്യമുണ്ട്. അതുകൂടി ചേർത്ത് ആണ് ഹിരൺമയം ചിട്ടപ്പെടുത്തിയത്. അതിൻ്റെ തയ്യാറെടുപ്പ് എങ്ങനെയായിരുന്നു? പ്രത്യേകിച്ച് ഇതുപോലെ വെല്ലുവിളികൾ നിറഞ്ഞതായിരുന്നു അത്. കാരണം അത്തരമൊരു സബ്ജക്റ്റ് അതുവരെ ആരും ശ്രദ്ധിച്ചിട്ടില്ല, അതല്ലെങ്കിൽ നൃത്തത്തിലേക്ക് കൊണ്ടുവന്നിട്ടില്ല. അവിടെ ഇത്തരത്തിലുള്ള വെല്ലുവിളികളായിരുന്നില്ല ഹിരൺമയത്തിലുണ്ടായിരുന്നത്. അവിടെ ഭാഷ എനിക്കൊരു വെല്ലുവിളിയായിരുന്നു. കാരണം നമ്മളൊക്കെ യാത്രാക്കുറിപ്പുകളൊക്കെ വായിക്കുക, യാത്രാ വിവരണങ്ങൾ, ലേഖനങ്ങളൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ട്. കവിയും ചിത്രകാരനും ആയ രാജാരവിവർമ്മ തൻ്റെ യാത്രകളെ കുറിച്ചു വെച്ചത് സംസ്കൃത ശ്ലോകങ്ങളായിട്ടാണ്. അപ്പോൾ ഇത്തരത്തിൽ കണ്ടെടുക്കപ്പെട്ട 4-5 ശ്ലോകങ്ങൾ ചേർത്തിട്ട് മാനസയാത്ര എന്ന പേരിലാണ് ഹിരൺമയത്തിലെ മെയിൻ ഐറ്റം ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇത് നല്ല അസൽ സംസ്കൃതമാണ്. അപ്പോൾ എനിക്ക് സംസ്കൃതമൊന്നും അറിയില്ല. അപ്പോൾ ഇതിൻ്റെ ആദ്യത്തെ കടമ്പ ഇത് മനസ്സിലാക്കി എടുക്കുക എന്നുള്ളതായിരുന്നു. ആ ഘട്ടത്തിലൊക്കെ ഒരുപാട് പേരെന്നെ സഹായിച്ചിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് മറ്റൊന്ന് ഒരു സ്തുതിയാണ്. അത് പിന്നെ നമുക്ക് മണിപ്രവാളത്തിലും ഒക്കെ ആയിട്ടായതുകൊണ്ട് അതത്ര വെല്ലുവിളി എന്ന് പറയാനില്ല. അതിനെ സാമ്പ്രദായിക മോഹിനിയാട്ടത്തിലെ സാമ്പ്രദായിക രീതിയിലുള്ള ഒരു ചൊൽക്കെട്ട് പോലെയാണ് അതിനെ ചിട്ടപ്പെടുത്തിയത്. 3-ാമതായിട്ട് വരുന്നത് കിരാത പാർവതി സ്തവം. രാജാരവിവർമ്മയുടെ വളരെ മനോഹരമായിട്ടുള്ളൊരു ചിത്രമാണ് കിരാത പാർവതി. അപ്പോൾ ഈ യാത്രകളെയൊക്കെ ശ്ലോകത്തിൽ കുറിച്ചു വെച്ച പോലെ തന്നെ താൻ വരയ്ക്കുന്ന ചിത്രങ്ങൾക്ക് ശ്ലോകരൂപത്തിൽ അടിക്കുറിപ്പുകൾ എഴുതുന്ന ഒരു ശീലം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അങ്ങനെ ഈ കിരാത പാർവതി എന്ന ചിത്രത്തിന് അദ്ദേഹം കുറിച്ചു വെച്ചൊരു ശ്ലോകമാണ് കിരാത പാർവതി സ്തവം. അതായിരുന്നു ഒരു പദത്തിൻ്റെ ഫോർമാറ്റിൽ 3-ാമത്തെ ഇനം. 4-ാമത്തെ ഇനം ഈ സുബ്രഹ്മണ്യ ഭാരതിയുടെ വിലാപകാവ്യമാണ്. അത് കണ്ടുപിടിക്കുക എന്നുള്ളതായിരുന്നു ഏറ്റവും കഷ്ടപ്പെട്ടു പോയത്. കാരണം അതിൽ വളരെ മനോഹരമായിട്ടുള്ളൊരു കവിതയാണത്. അതിൽ അവസാനിപ്പിക്കണം എന്ന ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ നെറ്റിലൊക്കെ തപ്പിയിട്ടും അതിൻ്റെ ഒരു 2 വരി എല്ലാ സ്ഥലത്തും കിട്ടുന്നുണ്ട്. പക്ഷെ അതിൻ്റെ ആ ഫുൾ ടെക്സ്റ്റ് കിട്ടാൻ ഒരുപാട് ബുദ്ധിമുട്ടി. പിന്നെ നമ്മുടെ പ്രശസ്ത തർജ്ജമകാരനായ CS വെങ്കടേശ്വരനാണ് എനിക്കത് തമിഴ്നാട്ടിൽ നിന്ന് സംഘടിപ്പിച്ചു തന്നത്. കാരണം നമുക്ക് ഇവിടെയൊക്കെ തമിഴ് ലൈബ്രറികളും ഒന്നുമില്ലല്ലോ. അപ്പോൾ ഭാരതിയാരുടെ നെറ്റൊന്നും കിട്ടിയില്ല. ഇവിടുത്തെ ലൈബ്രറികളിലും അങ്ങനെ ഒരു തമിഴ് ലിറ്ററേച്ചറൊന്നും കിട്ടാൻ എളുപ്പമല്ലല്ലോ. അപ്പോൾ ഒരുപാട് അന്വേഷിച്ചിട്ടാണ് അതിൻ്റെ വരികൾ കിട്ടിയത്. പക്ഷെ ആ അന്വേഷണമൊന്നും ഒട്ടും വെറുതെ ആയിട്ടില്ല. കാരണം അത്ര മനോഹരമായിട്ടുള്ള വരികളായിരുന്നു അത്. ആ കവിതയിലാണോ പറയുന്നത് രാജാരവിവർമ്മ സ്വർഗത്തിലേക്ക് താൻ വരച്ച ചിത്രങ്ങൾ അങ്ങനെ തന്നെയാണോ മുഖം എന്നറിയാൻ പോയതാണ്? അതെ അതെ അതെ. അത് അതിലെങ്ങനെയാ പോണത് വെച്ചാൽ വിലാപകാവ്യം എന്നൊക്കെ നമ്മൾ പറയുമ്പോഴും വളരെ പ്രസാദാത്മകമായിട്ടുള്ള ഒരു വരികളാണ് അതിൽ പറയുന്നത്. ഒരുപാട് ഉപമകളുണ്ട്. തമിഴ് ലിറ്ററേച്ചറിൻ്റെ ഒരു ഭംഗിയുണ്ടല്ലോ, അതും പൂർണ്ണമായിട്ടുമുണ്ട് ഭാരതിയാരുടെ വരികളിൽ. അപ്പം അത് കൺക്ലൂഡ് ചെയ്യണത്, അത് അവസാനിപ്പിക്കുന്നത് അങ്ങനെയാണ്. അദ്ദേഹം ഭൂമിയിലെ സുന്ദരമായ വസ്തുക്കളെ, സ്ത്രീകളെ, പൂക്കളെയൊക്കെ പകർത്തി വെച്ചിട്ട് അദ്ദേഹം പോയിരിക്കുകയാണ്. അദ്ദേഹം മരിച്ചു പോയതല്ല, അദ്ദേഹം സ്വർഗലോകം വരെ ഒന്ന് പോയിട്ട് അങ്ങനെയാണത് തിരിച്ചു വരും. അവിടെ താൻ വരച്ച ഉർവശി മേനകമാരുടെയൊക്കെ ചിത്രം, രംഭ, ഇവരുടെ ചിത്രങ്ങൾ ഒന്ന് ഒത്തുനോക്കാൻ പോയതാണ്. പക്ഷേ അവിടെ കൺക്ലൂഡ് ചെയ്യണതിൽ കവി പറയണത് ഒരു കാര്യം എനിക്കുറപ്പാണ്, രാജാരവിവർമ്മ വരച്ച ചിത്രങ്ങളുടെ ചന്തമൊന്നും ഉർവശിക്കോ രംഭയ്ക്കോ ഉണ്ടാവില്ല, അതിൽ യാതൊരു സംശയവുമില്ല എന്ന് അടിവരയിട്ട് പറഞ്ഞുകൊണ്ടാണ് ഈ കവിത അദ്ദേഹം അവസാനിപ്പിച്ചത്. അതോടൊപ്പം തന്നെ അക്കാലത്ത് തന്നെയല്ലേ ശുദ്ധ അദ്വൈതം അതിനെ കുറച്ചുകൂടി മുന്നേ ചെയ്തതാണ്, ഓട്ടൂരിൻ്റെ. അതുപോലെ ഘനസംഘം അതേക്കുറിച്ച് പറയാം. ശുദ്ധാദ്വൈതം അവിടെ പത്മശ്രീ എന്നുള്ള പേരിൽ ഉള്ള ഒരു സംഘടനയ്ക്ക് വേണ്ടിയിട്ട് ഞാനും എൻ്റെ സുഹൃത്തായിട്ടുള്ള വിനീത് മാസ്റ്റർ എന്ന് പറയുമ്പോൾ ഞങ്ങൾ 2 പേരും കൂടിയാണ് ചെയ്തത്. ശുദ്ധാദ്വൈതം ഈ പറഞ്ഞ പോലെ ഒരു ഗോപികയും കൃഷ്ണനും തമ്മിലുള്ള സംഭാഷണത്തിൽ കൂടെ ദ്വൈതത്തിൽ നിന്നും അദ്വൈതത്തിലേക്ക് എത്തുന്നൊരു പ്രമേയമാണതിൻ്റെ. ആദ്യത്തെ വായനയിൽ അത് വെറും പ്രണയമായിട്ട് നമുക്ക് തോന്നുമെങ്കിലും അത് ഒടുവിൽ ഓരോരോ ഘട്ടം കഴിയുമ്പോഴും
ഞാൻ തന്നെയാണ് നീ, നീ തന്നെയാണ് ഞാൻ എന്ന രീതിയിൽ അവസാനിപ്പിക്കുന്ന ഒരു ചെറിയൊരു കവിതയാണത്. അതന്ന് ചിട്ടപ്പെടുത്തി ചെയ്തപ്പോൾ കൃഷ്ണൻ്റെ ഭാഗം വിനീത കഥകളി വേഷത്തിലും ഗോപികയുടെ ഭാഗം ഞാൻ മോഹിനിയാട്ടത്തിലുമായിട്ടാണ് ചെയ്തത്. ഈ ഘനസംഘം എങ്ങനെയായിരുന്നു? ഘനസംഘം ശരിക്കും മോഹിനിയാട്ട രീതിയിൽ തന്നെയാണ് ചിട്ടപ്പെടുത്തിയത്. അതിൽ എല്ലാ വരികളും എടുത്തിരുന്നു, ഉപയോഗിച്ചിരുന്നു. പ്രശസ്ത കഥകളി സംഗീതജ്ഞനായ കോട്ടയ്ക്കൽ മധുവാണ് അതിൻ്റെ സംഗീതം ചെയ്തത്. അത് ഞാനും എൻ്റെ സ്റ്റുഡൻസും കൂടിയിട്ട് ധാരാളം വേദികളിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ഗജവർണ്ണന മറ്റൊരു സൃഷ്ടിയുണ്ടല്ലോ. ഗജവർണ്ണന നമുക്കൊക്കെ പരിചയമുള്ള, നമ്മളൊക്കെ ചെറിയ ക്ലാസ്സിൽ പഠിച്ച അയ്യോ ദൂരെ കറുകറ് നിറമായി കാണുവതെന്തമ്മേ, ചിലപ്പോൾ നമ്മളൊക്കെ എനിക്ക് തോന്നുന്നത് ആംഗ്യപ്പാട്ടൊക്കെ ആയിട്ട് പഠിച്ചിട്ടുണ്ടാവും. ഇത് നമ്മൾ കേട്ട് മറന്നൊരു ആംഗ്യപ്പാട്ടാണെങ്കിലും ഇതിങ്ങനെ കേൾക്കുമ്പോൾ അതിലൊരുപാട് സാധ്യതകളുണ്ട്. കുട്ടിയും അമ്മയും എന്നുള്ള രണ്ട് കഥാപാത്രങ്ങൾക്കനുസരിച്ചിട്ടാണല്ലോ അവരുടെ നടകളും രീതികൾ, ആ പെരുമാറ്റം, ആ ഒരു ക്യാരക്ടറൈസേഷൻ ഉണ്ടല്ലോ, അത് രണ്ട് തരത്തിൽ വരും. പിന്നെ ഈ കുട്ടിയുടെ സംശയങ്ങൾ, അങ്ങനെയാണോ, അതെന്താണ്, ഇതെന്താണ് എന്നൊക്കെ ചോദിക്കുകയാണ് കുട്ടി. അതിനുള്ള അമ്മയുടെ മറുപടിയും ഒക്കെ ചേർത്ത്. മാത്രമല്ല ഇത് സാധാരണ ആളുകൾക്ക് വളരെ ഇഷ്ടമുള്ള, അവർക്ക് വേഗം ദഹിക്കുന്ന ഒരു സാധനമാണ്. ഇതിലൊരു കോംപ്ലിക്കേഷനും ഇല്ല. വളരെ ലളിതമായ വരികളുമാണ്. അവർക്കറിയാം. അതിൽ കാണാതിരിക്കുന്ന പലരും പല പ്രായത്തിൽ പഠിച്ചിട്ടും കേട്ടിട്ടും ഒക്കെ ഉള്ളതായിരിക്കും. അതുകൊണ്ട് ഈ മോഹിനിയാട്ടം എന്ന നൃത്തരൂപത്തെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഇത്തരം കവിതകളൊക്കെ അല്ലെങ്കിൽ ഇത്തരം ശ്രമങ്ങളൊക്കെ വളരെ സഹായകരമായിരിക്കും. അങ്ങനെയൊന്നായിരുന്നു ഗജവർണ്ണന. അതിനും കോട്ടയ്ക്കൽ മധു തന്നെയാണ് സംഗീതം ചെയ്തത്. നമുക്ക് അടുത്തൊരു ഗാനത്തിലേക്ക് പോയാലോ? ചില്ല് എന്നുള്ള ചിത്രത്തിലെ ചൈത്രം ചായം ചാലിച്ചു നിന്റെ ചിത്രം വരയ്ക്കുന്നു. എനിക്ക് വലിയ ഇഷ്ടമുള്ളൊരു പാട്ടാണത്. അത് ഞാൻ എപ്പോഴും വിചാരിക്കും, അത് നല്ല മനോഹരമായിട്ടുള്ള വർണ്ണനകളുണ്ട് ആ പാട്ടിൽ. അത് തന്നെയാണ് ആ പാട്ടിനെ പ്രിയപ്പെട്ടതാക്കുന്നത്. ONV കുറുപ്പിൻ്റെ രചന, MB ശ്രീനിവാസന്റെ സംഗീതം. അതെ. ഈ നൃത്തരംഗത്ത് കിട്ടിയിട്ടുള്ള അംഗീകാരങ്ങൾ, അതേക്കുറിച്ചൊന്ന് പറയാമോ? സ്കൂൾ കോളേജ് കാലത്തൊക്കെ പ്രൈസുകളും കോളേജിലെ ബെസ്റ്റ് ഡാൻസറും ഒക്കെ ആയിട്ട് അങ്ങനെ കുറേ ഒക്കെ കിട്ടിയിട്ടുണ്ട്. എവിടെ പഠിച്ചിരുന്നു? ഞാൻ പഠിച്ചത്, എൻ്റെ സ്കൂളൊക്കെ ഞാൻ തിരൂർ തന്നെയാണ് പഠിച്ചത്. ഗവൺമെൻറ് ഗേൾസ് ഹൈ സ്കൂളിൽ നിന്നാണ് 10ാം ക്ലാസ് പാസ്സായത്. അത് കഴിഞ്ഞിട്ട് കോഴിക്കോട് പ്രോവിഡൻസ് കോളേജിൽ BCom എടുത്തത്. അന്നൊക്കെ നൃത്തരംഗത്ത് വളരെ സജീവമായിരുന്നു. അന്നത്തെ രീതിയിൽ കേട്ടോ, ഇന്നത്തെയും രീതികളൊക്കെ ഒരുപാട് വ്യത്യാസം വന്നിട്ടുണ്ട്. അന്നിതുപോലെ ഈ റിയാലിറ്റി ഷോ ഒന്നും ഇല്ലല്ലോ. ഇപ്പോഴത്തെ കുട്ടികൾക്ക് എക്സ്പോഷർ എന്ന് പറയുമല്ലോ, അത് ധാരാളം വേണമെന്നുള്ളവർക്ക് ധാരാളം അവസരങ്ങളുണ്ട്. ഇങ്ങനെ ഒരു പാരമ്പര്യമുണ്ടോ നൃത്തരംഗത്തൊക്കെ? വീട്ടിലെ കുടുംബം എങ്ങനെയാണ്? അച്ഛൻ വക്കീലായിരുന്നു, അമ്മ പാടും, അമ്മ നൃത്തവും ചെയ്യുമായിരുന്നു. അമ്മ പഠിച്ചിട്ടുണ്ട്, അമ്മ രണ്ടും പഠിച്ചിട്ടുണ്ട്. കലാപാരമ്പര്യമുള്ള കുടുംബമാണ്. ഉണ്ട്. പക്ഷെ ഒരു പ്രൊഫഷൻ എന്നൊന്നും പറയാൻ പറ്റില്ല. അമ്മ പഠിപ്പിക്കുമായിരുന്നു കേട്ടോ. കുറേ കാലം അമ്മ കുട്ടികൾക്ക് പാട്ട് ക്ലാസ് എടുക്കുമായിരുന്നു. നൃത്തം പിന്നെ അമ്മ കുട്ടിപ്രായത്തിൽ ചെയ്തിട്ട് തന്നെയുള്ളൂ. ചേച്ചിയും പാടും. ശരി. മോഹിനിയാട്ടം ശരിക്കൊരു വികാസത്തിൻ്റെ പാതയിലാണല്ലോ. അതെ അതെ. അതുകൊണ്ട് തന്നെ ധാരാളം ശൈലീഭേദങ്ങൾ വരാറുണ്ട്. ഈ ശൈലീഭേദങ്ങൾ എങ്ങനെയാണ് കാണുന്നത് താങ്കൾ? എല്ലാ ശൈലികൾക്കും അതിൻ്റേതായിട്ടുള്ളൊരു ഭംഗിയുണ്ട് എന്നാണ് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത്. പിന്നെ മോഹിനിയാട്ടത്തിന് അടിസ്ഥാനപരമായിട്ടുള്ള ചലന മാതൃക എന്ന് പറഞ്ഞാൽ ഒരു വർത്തുള ചലനങ്ങളാണതിന്, വൃത്തവുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള വർത്തുള ചലനങ്ങൾ. അപ്പോൾ ഈ ശൈലീ വ്യതിയാനങ്ങളിലൊക്കെ തന്നെയും ഏത് ശൈലിയാണെങ്കിലും അടിസ്ഥാനപരമായിട്ട് ഇത് തന്നെയാണ്. ആ വട്ടം ഇങ്ങനെ വലുതാവും ചെറുതാവും എന്നൊക്കെ തന്നെയുള്ളൂ. പിന്നെ അത് ഓരോ ശരീരത്തിൽ വരുമ്പോഴും ശൈലി മാത്രമല്ല, ഏത് ശൈലിയും ആയിക്കോട്ടെ, ആ ചെയ്യുന്ന നർത്തകിയുടെ അല്ലെങ്കിൽ നർത്തകൻ്റെ ശരീരം ഒരു ഘടകമാണ്. അതാണല്ലോ നമ്മുടെ ഇൻസ്ട്രുമെൻ്റ്, ഉപകരണം. അപ്പം അതിലൂടെ വരുന്ന ഓരോരുത്തരുടെ ദേഹത്തിൽ കൂടെയും അത് പുറത്തു വരുമ്പോൾ അതിനൊരു വ്യത്യാസമുണ്ടാവും, അതിന് ഒരു വ്യക്തിത്വമുണ്ടാവും. അതിൽ എനിക്ക് തോന്നുന്നു എല്ലാ ശൈലികൾക്കും അതിൻ്റേതായിട്ടുള്ളൊരു ഭംഗിയുണ്ട്. ഒന്നും മറ്റൊന്നിനേക്കാൾ മേതെയല്ല, താഴെയല്ല. ശരിക്കും ഒരു ക്ലാസിക് കലയിൽ ഇങ്ങനെ ശൈലീഭേദങ്ങൾ വരുന്നത് കലയെ ആസച്ച് അത് തളർത്തുമോ അതല്ലെങ്കിൽ വളർത്തുമോ? വളർത്തുക തന്നെയാണ് ചെയ്യുക. അതിൽ നിന്ന് എനിക്ക് തോന്നുന്നത് ഏത് ശൈലിയിലും ഒരു ശൈലിയിൽ ഉറച്ചു നിൽക്കുമ്പോൾ തന്നെ നമുക്ക് മറ്റു ശൈലികളിൽ നിന്ന് സ്വീകാര്യമായത് സ്വീകരിക്കാം. നമ്മുടെ ശൈലിയോട് ചേർന്ന് പോകുന്ന രീതിയിൽ ഒരു കാര്യം കാണുമ്പോൾ നമ്മൾ അതിനെ ശ്രമിച്ചു നോക്കണം എന്നാണ് ഞാൻ പറയുക. അങ്ങനെ തന്നെയാണ് നമ്മൾ കലാകാരിയും കലയും ഒക്കെ വളരാം. നമുക്ക് അടുത്തൊരു ഗാനത്തിലേക്ക് പോയാലോ? ഈറനുടുത്തുകൊണ്ട് അമ്പരം ചുറ്റുന്ന എന്ന പഴയൊരു പാട്ടുണ്ട്. അത് വലിയ ഇഷ്ടമുള്ള പാടിയിട്ടുള്ള. അതെ അതെ അതെ. നമുക്ക് ആ പാട്ടിലേക്ക് പോകും. നൃത്തവും സംഗീതവും അല്ലാതെ മറ്റു താല്പര്യങ്ങൾ എന്തെല്ലാമാണ്? വായന ഇഷ്ടമാണ്,
പിന്നെ സിനിമ ഇഷ്ടമാണ്. നമ്മളുണ്ടല്ലോ, ഒരു കലാരൂപം നമ്മൾ അഭ്യസിക്കുമ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ പോലും അറിയാതെ മറ്റ് കലാരൂപങ്ങൾ ആസ്വദിക്കാൻ പഠിക്കും നമ്മൾ. അതുതന്നെയാണ് എൻ്റെ കാര്യത്തിലും. പാട്ടായിക്കോട്ടെ, ഇൻസ്ട്രുമെൻ്റൽ മ്യൂസിക് ആയിക്കോട്ടെ, ചിത്രകലയായിക്കോട്ടെ, ശില്പകലയായിക്കോട്ടെ, അതൊക്കെ കാണാനും ആസ്വദിക്കാനും എനിക്കിഷ്ടമാണ്. പിന്നെ പുതിയ കാലത്തിൻ്റെ കലാരൂപം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു സിനിമയാണെന്ന്. സിനിമയെ ആസ്വദിക്കുന്ന ഒരാളാണ് ഞാൻ. എല്ലാ കലകളുടെയും ഒരു സംയോജനമാണല്ലോ സിനിമയിൽ. അതെ 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 അതെ, എല്ലാവർക്കും വേണ്ടതുണ്ടാവുമല്ലോ. എങ്ങനെയാണ് ഈ ഫീൽഡിൽ അതല്ലെങ്കിൽ ഈ മേഖലയിൽ കൂടെയുള്ള നർത്തകികളെ കാണാറുണ്ടോ, ആസ്വദിക്കാറുണ്ടോ? സൗഹൃദം എങ്ങനെയാണ്? അവർ വല്ലവരും ഇൻസ്പയർ ചെയ്യാറുണ്ടോ, വഴികാട്ടികളാകാറുണ്ടോ? അതേക്കുറിച്ച് പറയാമോ? അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? സൗഹൃദങ്ങളുണ്ട്, എനിക്ക് പരിചയമുണ്ട്. ഇപ്പോഴുള്ള നർത്തകിമാരിൽ പലരെയും പരിചയമുണ്ട്, കാണാറുണ്ട് തീർച്ചയായിട്ടും. കാരണം നമ്മുടെ കുട്ടിക്കാലത്തെയൊക്കെ നോക്കുമ്പോൾ ഈ യൂട്യൂബ് നമുക്ക് വളരെ ഒരുപാട് പേരെ പരിചയപ്പെടുത്തി തരും. നമുക്ക് പലതരം, അതിപ്പോൾ മോഹിനിയാട്ടം എന്നല്ല, ഏത് നൃത്തരൂപത്തിലും നമുക്ക് കാണണം എന്നുണ്ടെങ്കിൽ ഒരു ബേസിക് സംഗതിയൊക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പം ഞാൻ കാണാറുണ്ട്, ഞാൻ ധാരാളമായിട്ട് കാണാറുണ്ട് യൂട്യൂബിൽ. പിന്നെ എനിക്ക് പോയി കാണാവുന്ന സ്ഥലങ്ങളിലൊക്കെ ഈ നൃത്ത പരിപാടികൾ ഉണ്ടാകുമ്പോൾ ഞാൻ പോവാറും കാണാറും ഒക്കെ ഉണ്ട്. എനിക്കിഷ്ടമാണ്, ആര് ചെയ്താലും എനിക്കിഷ്ടമാണ് കാണാൻ. അങ്ങനെ കൂടെയുള്ള ഈ നമ്മുടെ മുൻഗാമികൾ ആരെങ്കിലും അഭിനന്ദിച്ച് അതല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രമേയം അവതരിപ്പിച്ച് വളരെ നന്നായി അങ്ങനെ പറഞ്ഞൊരു അനുഭവം ഉണ്ടോ ജീവിതത്തിൽ? പേഴ്സണലായിട്ട് പറയാറുണ്ട്, നന്നായി, നല്ല അറ്റംപ്റ്റ്, അങ്ങനെയൊക്കെയാണല്ലോ ഇപ്പോഴത്തെ രീതികൾ. ഈ വായനയിൽ നിന്നൊക്കെ ഇൻസ്പിറേഷൻ വരാറുണ്ടോ ശരിക്കും ഈ പുതിയ നൃത്തസങ്കല്പങ്ങൾക്കൊക്കെ? വായനയിൽ കൂടി തന്നെയാണ് ഒരു തരത്തിൽ ഞാൻ രാജാ രവിവർമ്മയിലേക്കൊക്കെ എത്തിയത്. അങ്ങനെ പുതിയ ആശയങ്ങൾ അങ്ങനെ വല്ലതും മനസ്സിലുണ്ടോ ഇനി അങ്ങനെ ഒന്ന് അവതരിപ്പിക്കണം? വായന മാത്രമല്ല കേട്ടോ, ചിലപ്പോൾ നമ്മൾ കാണുന്ന ഒരു കാഴ്ചയായിരിക്കും, ചിലപ്പോൾ ഒരു പാട്ടായിരിക്കും, ചിലപ്പോൾ ഒരു കവിതയോ അതിലെ വരികളോ ആയിരിക്കും, ചിലപ്പോൾ ഒരു കഥാസന്ദർഭമോ അല്ലെങ്കിൽ നമ്മൾ വായിക്കുന്ന അല്ലെങ്കിൽ വായിച്ച ഒരു പുസ്തകത്തിലെ ഒരു കഥാപാത്രമോ, എന്തും നമ്മളെ ഇൻസ്പയർ ചെയ്യാം. ഇത്തരത്തിൽ പുതിയ ആശയങ്ങൾ, അതാണ് ഞാൻ ചോദിച്ചു വന്നത്. എന്തെങ്കിലും മനസ്സിലുണ്ടോ അടുത്ത് തന്നെ രംഗത്തെത്തിക്കണം? അങ്ങനെ ആശയങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ ഒന്നും അങ്ങോട്ട് പറയാറായിട്ടില്ല. പല സമയത്ത് നമുക്ക് പലതും ഇങ്ങനെ സ്ട്രൈക്ക് ചെയ്യും. ഇപ്പം ഈ പറഞ്ഞ രാജാ രവിവർമ്മയുടെ കാര്യം പറയുകയാണെങ്കിലും എന്നോ വായിച്ചു വെച്ചതാണ്, ഒരുപാട് കാലം കഴിഞ്ഞാണ് അതൊരു നൃത്തമായിട്ട് പുറത്തേക്ക് വന്നത്. അതുപോലെ അങ്ങനെ പലതും വായനയിൽ, പാട്ടിൽ, വരികളിലൊക്കെ കാണാറുണ്ട്, തോന്നാറുണ്ട്, പക്ഷെ ഒന്നും പറയാറായിട്ടില്ല. മനസ്സിലിട്ട് മനനം അതെ 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 അതെ, അത് കുറച്ച് കാലം എടുക്കും. അത് നൃത്തം എന്താണ് ഗായത്രിക്ക് എന്ന് ചോദിച്ചാൽ എങ്ങനെയാണത് എക്സ്പ്ലെയിൻ ചെയ്യുക, വിശദമാക്കുക എങ്ങനെയാണ്? സാധാരണ പലരും ആത്മസാക്ഷാത്കാരം എന്നൊക്കെ പറയും, പക്ഷെ എനിക്കങ്ങനെ കടുത്ത വാക്കുകളൊന്നും ഉപയോഗിക്കാൻ ധൈര്യമില്ല. എനിക്കെപ്പോഴും തോന്നിയിട്ടുള്ളത് എനിക്ക് സന്തോഷിക്കാൻ ഈശ്വരൻ തന്ന ഒരനുഗ്രഹം. എനിക്കെപ്പോഴും അങ്ങനെയാണ് തോന്നുന്നത്. ഞാൻ നൃത്തത്തെ കാണുന്നതും അങ്ങനെയാണ്. നമുക്കൊരു ചെറിയ കുട്ടികളൊക്കെ ആകുമ്പോഴേ ഒരു കളിപ്പാട്ടൊക്കെ കിട്ടുമ്പോൾ ഒരു സന്തോഷം ഉണ്ടല്ലോ, പലപ്പോഴും എനിക്ക് നൃത്തം തരുന്നത് അതാണെന്നാണ് എനിക്ക് തോന്നാറ്. അതൊരു കൗതുകം. അതിങ്ങനെ ഈ പറഞ്ഞതുപോലെ കൊറിയോഗ്രാഫിയൊക്കെ ചെയ്യുമ്പോഴും തോന്നും, നമ്മൾ ഈ കുട്ടികളുണ്ടല്ലോ കളിസാമാനങ്ങളൊക്കെ അഴിച്ച് അതിൻ്റെ നട്ടും ബോൾട്ടൊക്കെ എടുത്ത് പിന്നെ അത് തിരിച്ചു വെച്ച് ശരിയാവുമോ എന്ന് നോക്കി, ആ ഒരു രീതി, ആ ഒരു സന്തോഷം തന്നെയാണ് നൃത്തം. നമുക്ക് അടുത്തൊരു ഗാനത്തിലേക്ക് പോയാലോ? ഇന്നലെ മയങ്ങുമ്പോൾ ഒരു മണിക്കിനാവിൻ്റെ, എൻ്റെ അച്ഛന് വലിയ ഇഷ്ടമുള്ളൊരു പാട്ടായിരുന്നു അത്. അച്ഛൻ്റെ 80ാം പിറന്നാളിനോട് അനുബന്ധിച്ചിട്ട് അവിടുത്തെ ഒരു ലോക്കൽ ചാനലാണ് അവരച്ഛൻ്റെ ഒരു ഇൻ്റർവ്യൂവും ഒക്കെ എടുത്തപ്പോൾ അമ്മയെ കൊണ്ട് പാടിച്ചതും അല്ലെങ്കിൽ അമ്മയോട് പാടാൻ പറഞ്ഞപ്പോൾ അമ്മ പാടിയതും ഈ പാട്ട് തന്നെയാണ്. പൊന്നിൻ ചിലമ്പൊലി കേട്ടു, അന്വേഷിച്ചു കണ്ടെത്തിയില്ല എന്ന ചിത്രം. ആകാശവാണി കേൾക്കുമായിരുന്നു. എങ്ങനെയാണ് ആകാശവാണിയുമായുള്ള താങ്കളുടെ ബന്ധം? ആകാശവാണി സ്ഥിരമായിട്ട് കേൾക്കും. അത് പണ്ടത്തെ നമ്മുടെ ശീലങ്ങളുടെ ഒരു ഭാഗമല്ലേ ആകാശവാണി. അത് തന്നെയാണ് ഇപ്പോഴും നല്ല മലയാളം കേൾക്കുക ആകാശവാണിയിലും ദൂരദർശനിലും തന്നെയല്ലേ. ഉച്ചാരണവും ഉച്ചയ്ക്ക് 1 മണി തൊട്ടുള്ള ചലച്ചിത്ര ഗാനങ്ങളും രാത്രിയിലെ രഞ്ജിനിയും ഒക്കെ, ശബ്ദരേഖ, യുവവാണി, പിന്നെ വിദ്യാഭ്യാസ പരിപാടികൾ ഉണ്ടാവുമായിരുന്നല്ലോ രാവിലെ. അതെ, ആകാശവാണിയിൽ മുമ്പ് വന്നിട്ടുണ്ടോ അഭിമുഖത്തിനോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും പരിപാടികൾ അവതരിപ്പിക്കാനോ മറ്റോ? മഞ്ചേരി FM പോയിട്ടുണ്ട്. പിന്നെ വളരെ ചെറുത്താവുമ്പോൾ കേട്ടോ കോഴിക്കോട്ട് ഒരു ബാലലോകം പരിപാടി ഉണ്ട്. ഒരു ബാലേട്ടനായിരുന്നു അത് അവതരിപ്പിച്ചിരുന്നത്. അതാണ് ആകാശവാണിയുമായിട്ടുള്ള ആദ്യത്തെ ബന്ധം. എനിക്ക് തോന്നുന്നു 3ാം ക്ലാസ്സിലോ പഠിക്കുമ്പോഴാണ് ബാലലോകത്തിൽ അന്നൊക്കെ നമ്മളവിടെ ഒരു റേഡിയോ ക്ലബ്ബൊക്കെ ഉണ്ടാവുമായിരുന്നു. അപ്പോൾ റേഡിയോ ക്ലബിൻ്റെ പരിപാടികളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് 2-3 പ്രാവശ്യം ബാലലോകത്തിൽ പരിപാടി അവതരിപ്പിക്കാൻ പോയിട്ടുണ്ട്. കോഴിക്കോട്ട് ആകാശവാണി. കുടുംബത്തിൻ്റെ പിന്തുണ എങ്ങനെയാണ് ഈ കലാരംഗത്തുള്ള പ്രവർത്തനത്തിന്? ഒരുപക്ഷെ അങ്ങനെ ഒരു പിന്തുണ ഇല്ലെങ്കിൽ ഒരു തിരിച്ചുവരവ് സാധ്യമാവില്ലായിരുന്നു അല്ലേ? അതെ അതെ,
എനിക്ക് തോന്നുന്നത് എനിക്കിഷ്ടമുള്ളത്, എൻ്റെ താല്പര്യം എന്താ വെച്ചാൽ അത് ചെയ്തോട്ടെ എന്നുള്ളൊരു കൺസിഡറേഷൻ അതെനിക്കിന്നും കിട്ടിയിട്ടുണ്ട്. അത് വലിയൊരു പിന്തുണയാണ്. പലർക്കും അത് കിട്ടാറില്ല. അതുകൊണ്ട് തന്നെ എനിക്കിങ്ങനെ പൊരുതി നേടേണ്ട അവസ്ഥ ഉണ്ടായിട്ടില്ല. ഇനി അങ്ങനെ പ്രത്യേകിച്ച് ഒരു ലക്ഷ്യം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഈ മേഖലയിൽ പ്രവർത്തിക്കുമ്പോൾ? അങ്ങനെ ഒരു ലക്ഷ്യമൊന്നുമില്ല. നൃത്തം ചെയ്യാൻ ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചില സംഗതികൾ കാണുമ്പോൾ ഇതൊന്ന് നൃത്തമായിട്ട് ചെയ്താലോ എന്നൊക്കെ അങ്ങനത്തെ ചില ആഗ്രഹങ്ങളുണ്ട് കേട്ടോ. അതില്ലെന്ന് ഞാൻ പറയില്ല. അല്ലാതെ എനിക്ക് അങ്ങനത്തെ ലക്ഷ്യങ്ങൾ ഇന്ന സ്ഥലത്ത് പെർഫോം ചെയ്യുക എന്നുള്ളൊരാഗ്രഹം അല്ലെങ്കിൽ ഇന്നത് നേടുക എന്നുള്ള അതിനുള്ള ഉപാധിയല്ല എനിക്ക് നൃത്തം. നൃത്തത്തിന് വേണ്ടി തന്നെയാണ്. അതാ നൃത്തം ചെയ്യുമ്പോഴുള്ള ഒരു സന്തോഷവും ഒരു ആനന്ദവും. എന്തായാലും അത്തരം അനുഭൂതികൾ തുടരെ കിട്ടട്ടെ. സന്തോഷം നൃത്തത്തിൽ നിന്ന് കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. ആകാശവാണിയിൽ വന്ന് ഈ പരിപാടിയിൽ പങ്കെടുത്തതിന് പ്രത്യേകം നന്ദി. എനിക്കും സന്തോഷം. നന്ദി. വിശ്രുത മോഹിനിയാട്ടം കലാകാരി ഗായത്രി മധുസൂദനൻ അതിഥിയായി എത്തിയ ഞാൻ എൻ്റെ പ്രിയ ഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്. ഞാൻ എൻ്റെ പ്രിയ ഗാനങ്ങൾ നിർവഹണം MV ശശികുമാർ. നിർവഹണ സഹായം വിഷ്ണുമോഹൻ വെള്ളനാട്.